ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ബഹാവുദ്ദീൻ. സോ മക്കളെ, നമ്മളിതേ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു. നമ്മളിതേ ഓണം വെക്കേഷനിലേക്ക് കടക്കാൻ വേണ്ടി പോകാമെന്ന്. സോ 1 വീക്ക് ഓണം വെക്കേഷന് ശേഷം നമ്മൾ വീണ്ടും ബാക്ക് ടു സ്കൂൾ, പഴയ പോലെ വീണ്ടും സ്കൂളിലേക്ക് തിരിച്ചു വരുന്നു. സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കുന്നു, സെറ്റാക്കുന്നു, മുൻപോട്ട് പോകുന്നു, എക്സാംസ് ഒക്കെ വരുന്നുണ്ട്, സെറ്റാക്കുന്നു, റൈറ്റ്. എന്നാൽ ഈ എക്സാമിന് ഇൻ ബിറ്റ്വീനുള്ള ഈ ഒരു ടൈം പീരീഡ്, നമുക്കിനി നെക്സ്റ്റ് വരാൻ വേണ്ടി പോകുന്ന എക്സാം എന്ന് പറഞ്ഞാൽ ഹാഫ് ഇയർലി എക്സാം ഡിസംബറിൽ. ഈ ഡിസംബറിൽ ഹാഫ് ഇയർലി എക്സാം വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ 90% പോർഷൻസ് എടുത്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്കൊരു വർഷം പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എത്രയൊക്കെയാണോ അതിൻ്റെ 90% നമുക്ക് ഹാഫ് ഇയർലി എക്സാം പഠിക്കാനുണ്ട്. എന്നാൽ പ്രോപ്പറായിട്ടൊരു സിസ്റ്റം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഓണം എക്സാം കഴിഞ്ഞു. ഓണം എക്സാമിൽ അക്കൗണ്ടൻസിലെ ചില ക്വസ്റ്റ്യൻസിനെ കണ്ട് കുട്ടികളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഇത് എന്തുമാതിരി ക്വസ്റ്റ്യൻസ് സാർ, എനിക്ക് പുരിയലേ, അതായത് മനസ്സിലാവുന്നേ ഇല്ല, വല്ലാത്ത ജാതി ക്വസ്റ്റ്യൻസ് ഉള്ളത്. എന്നാൽ സൈലത്തിൻ്റെ യുവാ ബാച്ച് പഠിക്കുന്ന കുട്ടികളുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ഓരോരുത്തർക്കും അതേ ചോദ്യങ്ങൾ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ക്വസ്റ്റ്യൻ പറയുന്നു, അതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നു, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു, ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നു. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യുവാ ബാച്ച് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് ചില കുട്ടികൾ മെസ്സേജ് ചോദിച്ചു, സാർ ഇതൊക്കെ എന്ത് ചോദ്യങ്ങളാണ് സാർ, നമുക്കിതൊന്നും എടുത്തിട്ടില്ല സാർ, പഠിച്ചിട്ടില്ല സാർ. അങ്ങനെ പല കുട്ടികളും മെസ്സേജ് പറയാറുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ ചോദിക്കട്ടെ, ഓണപരീക്ഷയിൽ പല എക്സാംസും ഡിഫിക്കൽട്ടി ആയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്ന ടൈമിങ്ങിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിനി ഓണം സെലിബ്രേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ, സ്കൂളിൽ ടൂർ വരാനുണ്ട്, ആർട്സ് വരാനുണ്ട്, സ്പോർട്സ് വരാനുണ്ട്. ഇനിയാണ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, സ്കൂളിലെ ക്ലാസ് കിട്ടാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ്? അധിക ദിവസങ്ങളും സ്കൂളിൽ ഇത്തരത്തിൽ പരിപാടികൾ കാര്യങ്ങളുണ്ടാവും, വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. ക്ലിയർ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഡിസംബർ വരെയുള്ള ടൈം പീരീഡിൽ കുറേ ദിവസങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ പ്രോഗ്രാംസ് ആയിട്ട് നമുക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോകാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ +2 എക്സാം ഇനി മാർക്ക് 4 മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? അയ്യോ, എനിക്ക് സ്കൂൾ ഹാഫ് ഇയർലി എക്സാം നടക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രോഗ്രാം ആയിരുന്നേ, ഞാൻ കലോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ സ്പോർട്സിന് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, അതായത് ജനുവരി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്തും സ്റ്റാർട്ട് ചെയ്യും, പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യും, അതായത് ലാബ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? മോഡൽ എക്സാം ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, മാർച്ച് നമ്മൾ ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഇതിനൊക്കിടയിലായിട്ട് നമുക്ക് എന്തും പഠിക്കേണ്ടതായിട്ടുണ്ട്, ഇംപ്രൂവ്മെൻറ്റ് എക്സാം വരേണ്ടതായിട്ടുണ്ട്. സോ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടി മക്കളെ പോയിട്ടില്ല എന്നെങ്കിൽ പണി കിട്ടുവേ. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചെങ്കിലും ഒന്നെന്ത് ചെയ്യുക, എല്ലാ ദിവസവും മിനിമം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ സ്റ്റഡീസിന് വേണ്ടി മാറ്റി വെക്കണം. ഒന്നുമില്ലടാ, മുന്നോട്ട് പോകുമ്പോൾ മാർക്കില്ലാതെ തോറ്റ് പണ്ടാറ് അടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നന്നായിട്ട് പഠിച്ചോ, ഉഷാറാക്കിക്കോ, ബെസ്റ്റായിട്ട് മുന്നോട്ട് നീങ്ങിക്കോ. ഓക്കെ, സോ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സിസ്റ്റമാറ്റിക് ഒരാളെ ഹെൽപ്പോട് കൂടി, ഒരു ഗൈഡൻസോട് കൂടി പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിനുവേണ്ടി ഇപ്പോൾ ഇതാ ഓണമൊക്കെ അല്ലേ, സോ സൈലം 10% ഓഫറോട് കൂടി യുവാ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നോക്കിക്കോ. ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈലത്തിൻ്റെ കൂടെ പഠിക്കാം. PYQ ഡിസ്കഷൻസും നമുക്കുള്ള ഓരോ ചോദ്യങ്ങളും, അതായത് ഓരോ ടോപ്പിക്കും സൈലം എടുക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. നമ്മൾ മാരത്തോണിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ടോപ്പിക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ടോപ്പിക്കിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നമ്മളതിൽ മാസ്റ്റർ ആവും. സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും പറ്റും. ഏത് പവറല്ലേ? സോ മക്കളെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.